ഇന്നലെ എന്ന് പറയുന്നത് ഒരു കൊഴിഞ്ഞുപോയ പൂവാണ്. നാളെ എന്ന് പറയുന്നത് വിടരാനിരിക്കുന്ന ഒരു പൂമുട്ടാണ്. അത് വിടരുകയോ പൊഴിയുകയോ കരിയുകയോ ചെയ്യാം. എന്നാൽ ഇന്നെന്ന ദിവസം വിടർന്ന് സൗരഭ്യം പടർത്തുന്ന മനോഹരമായൊരു പുഷ്പമാണ്. ആ സുന്ദര പുഷ്പത്തിൻ്റെ സൗന്ദര്യവും സൗരഭ്യവും ആവാഹിച്ചുകൊണ്ട് അതിൻ്റെ മണവും ഗുണവും ആസ്വദിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ സമ്പന്നമാക്കുവാൻ നമുക്ക് സാധിക്കും. ഇന്നലയുടെ ദുരനുഭവങ്ങളെയും പരാജയങ്ങളെയും വിഷമതകളെയും എല്ലാം മറന്നുകൊണ്ട് ഇന്ന് എന്ന സത്യത്തിൽ ജീവിക്കുവാൻ സാധിക്കുമ്പോഴാണ് ജീവിതം സന്തോഷപ്രദമാകുന്നത്. നാളെക്കുറിച്ച് വലിയ പ്രതീക്ഷയൊന്നും വേണ്ട. നാളെ ഉണ്ടാകുമോ എന്ന് നമുക്ക് ആർക്കും പറയുവാൻ സാധിക്കുകയില്ല. പക്ഷേ ഇന്ന് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ആത്മാർത്ഥമായി ആത്മവിശ്വാസത്തോടെ ശുഭാപ്തി വിശ്വാസത്തോടെ ജീവിതത്തെ കാണുവാൻ നാം ശ്രമിക്കുകയാണെങ്കിൽ ജീവിതത്തിലെ പല പ്രശ്നങ്ങളെയും പരിഭവങ്ങളെയും പരാതികളെയും മാറ്റി സുഗമമായിട്ട് ജീവിതത്തെ കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കും.